എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ട്രെയിൻസിന്റെ കണക്കുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ കുറച്ച് ഫോർമുലകൾ നമ്മൾ പറഞ്ഞു. ആ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ കൺവേർഷൻസ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കൂടാതെ തന്നെ അതിന്റെ റൂൾസുകൾ എന്താണ്, ചെറുതായിട്ട് ഓരോന്നും കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട സംഖ്യകൾ ഏതാണ്, ഇതൊക്കെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു. അപ്പോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഓരോ കണക്കുകളും ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആപേക്ഷിക വേഗത പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ PSC പരീക്ഷകളില് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് തോന്നിക്കുന്ന ആ ഒരു ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോളാം. അപ്പൊ ആദ്യത്തെ ചോദ്യം വായിക്കുവാണേ, ശ്രദ്ധിച്ചോളാം. ഒരു തീവണ്ടി 36 km/h വേഗതയിൽ, അതായത് 36 km/h മണിക്കൂറിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു തീവണ്ടി 36 km/h. ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ ചോദ്യത്തില്, നമ്മുടെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോ നമുക്ക് പലപ്പോഴും നമുക്ക് അവിടെ ചെല്ലുമ്പോ ഈ പറഞ്ഞതില് ചില സെന്റൻസുകൾ പരീക്ഷയ്ക്ക് അവർ മാറ്റിത്തരും. അങ്ങനെ ഒരു ആളാണ് 36 km/h അല്ലെങ്കിൽ km/h. അപ്പൊ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ വേഗത്തിൽ എന്നും പറയുന്നുണ്ട് കേട്ടോ, വേഗത്തിൽ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വേഗത്തിൽ എന്ന് പറയേണ്ട കാര്യമില്ല. ഈ km/h എന്ന് കണ്ടാൽ തന്നെ അത് വേഗതയാണ്. അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പരീക്ഷിക്കത ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത്. ശ്രദ്ധിച്ചോണേ. ഒരു തീവണ്ടി നോക്ക്, മണിക്കൂറിൽ 36, ശ്രദ്ധിക്കുക, മണിക്കൂറിൽ 36 കിലോമീറ്റർ എന്നേ പറയത്തുള്ളൂ. നോക്ക്, കിലോമീറ്റർ ദൂരം പോയി. കാണുമ്പോ നമ്മൾ എന്ത് വിചാരിക്കും? അപ്പൊ ദൂരം കിലോമീറ്റർ എന്ന് തന്നിരിക്കുന്നു, ദൂരം തന്നിരിക്കുന്നു. അപ്പോ നമുക്ക് ഡിസ്റ്റൻസ് അല്ലേ തന്നിരിക്കുന്നത് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ എടുത്തു പോകും. പക്ഷെ ഇത് ഡിസ്റ്റൻസ് അല്ല തന്നിരിക്കുന്നത്. കാരണം അവർ പറഞ്ഞത് 36 കിലോമീറ്റർ ദൂരം മാത്രമല്ലല്ലോ. അതിന് മുമ്പ് എന്ത് പറഞ്ഞിട്ടുണ്ട്? മണിക്കൂറിൽ 36 കിലോമീറ്റർ. അപ്പോ മണിക്കൂറിൽ 36 കിലോമീറ്റർ നമ്മൾ മലയാളത്തിൽ പറയും. അതിനെ ഇംഗ്ലീഷ് ആക്കുമ്പോഴാണ് km/h. അത് മലയാളത്തിൽ എഴുതുമ്പോഴോ km/മണിക്കൂർ. അപ്പോ km/മണിക്കൂർ എന്ന് പറഞ്ഞാലും മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ ദൂരം എന്ന് പറഞ്ഞാലും അതെന്തിനെ സൂചിപ്പിക്കുന്നു? വേഗതയെ സൂചിപ്പിക്കുന്നു. അത് ഒരിക്കലും അത് ഡിസ്റ്റൻസ് ആണ്, ദൂരമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അപ്പൊ ഇനി നമുക്ക് നോക്കാം. നോക്ക്, 3 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ കാണേണ്ടത് ഡിസ്റ്റൻസ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഡിസ്റ്റൻസ്, സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസിന്റെ ഫോർമുല എന്തുവാ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? അതായത് വേഗതയും നമ്മുടെ സമയവും എന്ത് ചെയ്യണം? ഗുണിക്കണം. ഒന്ന് ശ്രദ്ധിച്ചോണേ. അതായത് നമ്മൾ റൂള് പറഞ്ഞ എന്തുവായിരുന്നു? ഡിസ്റ്റൻസ്, ടൈം, സ്പീഡ്. ഇതിന്റെ റൂള് പറയുന്നത്, ഒന്നാമത്തെ റൂള് ഡിസ്റ്റൻസ് മീറ്റർ, ടൈം സെക്കൻഡ്, സ്പീഡോ മീറ്റർ/സെക്കൻഡ്. അതല്ലാതെങ്കിൽ ഡിസ്റ്റൻസ് കിലോമീറ്റർ, സമയം അവർ, നമുക്ക് അത് അവർ, അങ്ങനെയാണെങ്കിൽ സ്പീഡോ km/h. ഇങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോ നമ്മൾ ഇവിടെ നോക്കാം. ഡിസ്റ്റൻസ് കാണാൻ, ശ്രദ്ധിച്ചോ, ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് സ്പീഡിനെയും ടൈമിനെയും ഗുണിക്കണം. അപ്പൊ സംഖ്യകൾ ചാടിക്കേറി ഗുണിച്ച് പോകരുത്. നമുക്ക് നോക്കാം. അപ്പൊ സ്പീഡ് നമുക്ക് നോക്കാം. വേണ്ടേ? 36 km/h. ശ്രദ്ധിച്ചോണേ. ഞാൻ 36 എന്താ എഴുതാത്തത്? കാരണം പ്രശ്നമുണ്ട്. നോക്കാം. ശരി. ഇൻറ്റു സമയം എത്രയാ? 3. ഞാൻ 3 നല്ല എഴുതുന്നത് 3 മിനിറ്റ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. 1 km/h 1 മിനിറ്റുമാണ്. കണ്ടല്ലോ. അപ്പൊ നമ്മുടെ റൂള് പറയുന്ന എവിടെയെങ്കിലും താണ്ടെ ഈ റൂളും നിങ്ങളൊന്ന് വാച്ച് ചെയ്തേ, നോക്കിയോ. ഈ റൂള്, ആദ്യത്തെ റൂള് പറയുന്നത് എന്തുവാണ്? മീറ്റർ സെക്കൻഡ്, മീറ്റർ/സെക്കൻഡ് ആകണമെന്നാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ഈ ചോദ്യത്തില് km/h കിടക്കുന്നു, മിനിറ്റും കിടക്കുന്നു. അങ്ങനെ റൂൾ ഇതാ ഇവിടെ ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ റൂള് നോക്കിയേ. km/h എന്നാണ് രണ്ടാമത്തെ റൂള്. അവിടെ താണ്ടെ km/h മിനിറ്റ് എന്നുള്ള റൂള് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതൊന്നും അല്ല, ഞാനിപ്പോ 2 റൂളേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് 2 കൺവേർഷനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി. ഇത് വേറെ യൂണിറ്റുകളും അതിന്റെ പല മീറ്റർ, മിനിറ്റ്,
മീറ്റർ പെർ മിനിറ്റ്, ഇങ്ങനെ പല പല കൺവേർഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എത്രമാത്രം ഇത് കൂടുതൽ പഠിക്കുന്നോ അതനുസരിച്ച് നമ്മുടെ കൺവേർഷൻസും നമ്മൾ അത്രയും പഠിക്കേണ്ടി വരും. അതുകൊണ്ടാണ് തൽക്കാലം ഞാനിത് പറയാത്തത്. അപ്പൊ ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ 2 റൂളുകൾ പഠിക്കാം. അപ്രകാരം നോക്കുമ്പോ നോക്കാം, ഇവിടെ 36 കിലോമീറ്റർ പെർ ആണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്തുവാണ് മക്കളെ? മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ദാണ്ടെ കിലോമീറ്റർ പെർ അവർ. ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ നോക്ക്, കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് മനസ്സിലായി സ്പീഡ് കിലോമീറ്റർ പെർ അവർ. ഈ തന്നിരിക്കുന്ന 3 മിനിറ്റ് ആരാ? ടൈം. അപ്പൊ ടൈം നോക്കിയേ, ടൈമിന്റെ അവിടെ എന്തുവാ കിടക്കുന്നത്? അവർ എന്നാ കിടക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്തിലാണ്? മിനിറ്റിലാണ്. അപ്പൊ ഈ പറഞ്ഞ അപ്പോ സമയത്തിനെ നമ്മൾ എന്താക്കണം? അവർ ആക്കണം. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ. നമ്മൾ എപ്പോഴും അങ്ങോട്ട് മാത്രമാണ് പറയുന്നത്, അത് തിരിച്ച് നിങ്ങൾ പഠിച്ചോണം കേട്ടോ. കിലോമീറ്റർ അവർ കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ അവർ കിലോമീറ്റർ, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ. അങ്ങനെ 3 പേരും ഒരു റൂള് വന്നാൽ മതി എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്രകാരം നമുക്ക് മനസ്സിലായി ഈ മിനിറ്റിനെ നമുക്ക് മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റും നോക്കിക്കോളൂ. 36 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോമീറ്റർ പെർ മണിക്കൂർ, അല്ലെങ്കിൽ മണിക്കൂറിൽ 36 കിലോമീറ്റർ. ഓക്കെ, 3 മിനിറ്റ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണേ. 3 മിനിറ്റിനെ നമുക്ക് എന്താക്കണം? നോക്കി ഇവിടെ നോക്ക്, 3 മിനിറ്റിനെ നമുക്ക് എന്താക്കണം? അവറിലോട്ട് മാറ്റണം. അപ്പോ അവറിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഏറ്റവും ചെറുതും ഏറ്റവും വലുതും, അതായത് സെക്കൻഡും നമ്മുടെ അവറും ആണെങ്കിൽ മാത്രം 3600. അതായത് ബാക്കി ഏത് വന്നാലും നമ്മൾ ഏതാ എടുക്കണ്ടേ? 60. അത് മിനിറ്റ് മണിക്കൂറായാലും, മണിക്കൂർ മിനിറ്റ് ആയാലും, സെക്കൻഡ് മിനിറ്റ് ആയാലും, മിനിറ്റ് സെക്കൻഡ് ആയാലും ഏത് തന്നെ എടുക്കണ്ടേ? 60 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഏറ്റവും ചെറുതും ഏറ്റവും വലുതും അല്ലല്ലോ, അതായത് സെക്കൻഡും അവറും അല്ലല്ലോ, മിനിറ്റും അവറും അല്ലേ. അപ്പൊ കൺഫേം എടുക്കേണ്ട സംഖ്യ ഏതാണ്? 60 ആണ്. ഇനി അത് ഗുണിക്കണോ ഹരിക്കണോ നമുക്ക് നോക്കാം. അപ്പൊ 3 എഴുതി. ഇനി ഇൻറ്റു 60 ആണോ ബൈ 60 ആണോ? നമ്മൾ പഠിച്ച എന്തുവാ? BIS. വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റ് ആക്കാനാണ് ഗുണിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, താണ്ടെ മിനിറ്റിനെ അവർ ആക്കണം എന്ന് വെച്ചാൽ എന്തുവാ? ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റ് ആക്കണം. അപ്പൊ ഗുണനമല്ലല്ലോ, ഹരണമല്ലേ. അപ്പൊ 3/60. ഈ 3/60 നമുക്കൊന്ന് ചെറുതാക്കാം. 3/60 എന്ന് പറയുമ്പോ 3നെ 3 കൊണ്ട് നമുക്ക് വെട്ടാം. പട്ടിക ചെല്ലിയാൽ മതി. 1. 60നെ 3 കൊണ്ട് വെട്ടാം. എത്ര? 20. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1/20. അപ്പോ ഞാനൊന്ന് പറയാം, ഇവിടെ 3/60 നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉത്തരം എന്ത് കിട്ടിയ നോക്ക്, 36 ഇൻറ്റു നോക്ക്, ഇത് കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ഇപ്പോൾ 3/60 എഴുതിയപ്പോൾ ഇത് എന്തിനായിട്ട് മാറി? അവറായിട്ട് മാറി. അപ്രകാരം നമ്മുടെ ഉത്തരം നോക്ക്, 36 ഇൻറ്റു 3/60 നമ്മളോട് ചെയ്തിട്ടുണ്ട് 1/20. അതായത് 36നെ നോക്ക്, 36നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 36നെ 20 കൊണ്ട് എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നത്? നമുക്ക് വെട്ടി ചെറുതാക്കാം. ഇപ്പൊ 36നെ നമുക്ക് എത്ര കൊണ്ട് പറ്റും? പകുതി എടുക്കാം. അപ്പോ നോക്കൂ, 18/10. കണ്ടോ? അതായത് 36ന്റെ പകുതി 18, 20ന്റെ പകുതി എത്ര? 10. അതും പകുതി എടുത്തു. ഇനി ഏതെങ്കിലും ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 18നെ വീണ്ടും വെട്ടി 9 ആക്കാം, 10നെ വെട്ടി 5 ആക്കാം. പക്ഷെ അപ്പോഴത്തേക്കിന് വീണ്ടും നീണ്ടു പോവല്ലേ. നമുക്ക് ഛേദത്തിൽ ഇപ്പൊ എന്ത് വന്നു? താഴെ ഇപ്പൊ എന്ത് വന്നു? 10 വന്നു. 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുക. അതായത് 18 ഓൾറെഡി ഉണ്ടല്ലോ, അതിന്റെ ഇടത്തോട്ട് ഇവിടെ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 1.8. ഇനി ഈ കിട്ടിയത് മീറ്റർ ആണോ കിലോമീറ്റർ ആണോ നമുക്ക് നോക്കാം. നമുക്ക് ദാണ്ടെ 36 കിലോമീറ്റർ പെർ അവർ. എന്നാൽ 3/60 ചെയ്തപ്പോൾ അവർ വേണ്ടേ? നമ്മുടെ റൂൾ നോക്കിയേ, കിലോമീറ്റർ പെർ അവർ. നോക്ക്, കിലോമീറ്റർ പെർ അവർ. വേണ്ട ഇവിടെ അവർ. അതുകൊണ്ട് തന്നെ ആ കിട്ടിയിരിക്കുന്ന ഉറപ്പിച്ചു എന്തിലേക്ക് കിട്ടത്തുള്ളൂ? കിലോമീറ്ററിലേക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ ഉത്തരം അപ്പൊ എത്രയാണ്? 1.8 കിലോമീറ്റർ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ പ്ലീസ്. ഒന്നുകൂടെ ഞാൻ പറയാം. നോക്ക്, തീവണ്ടി 36 കിലോമീറ്റർ പെർ അവർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ 3 മിനിറ്റിന് എന്താക്കേണ്ടി വന്നു? എല്ലാവരും എന്റെ കൂടെ നോക്കണം. 3 മിനിറ്റിന് എന്താക്കേണ്ടി വന്നു? അവർ ആക്കേണ്ടി വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മുടെ ഉത്തരം എത്ര കിട്ടി? ഏതാണ്ട് 36/20 എന്ന് കിട്ടി. അതിനെ വെട്ടിച്ചെറുതാക്കിയപ്പോൾ 18/10 കിട്ടി. അത് 1.8 ആണ്. ഇനി കിട്ടിയത് കിലോമീറ്റർ ആണെന്ന് എങ്ങനെ കൺഫേം ചെയ്യും? നമ്മൾ കിട്ടിയ 2 റൂളുകൾ, ഒന്ന് കിലോമീറ്റർ പെർ അവറും ഒന്ന് അവറും ആണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയത് കിലോമീറ്റർ ആണെന്ന് ഉറപ്പാണ്. അപ്പോ ഈ ഒരു കണക്ക് എല്ലാവരും ഒന്നുകൂടി ഒന്ന് ചെയ്തു നോക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചെയ്തു നോക്കുക. കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഈ ചോദ്യങ്ങൾ കാണുമ്പോഴേ മനസ്സിലാകും ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണെന്ന്. കണ്ടില്ലേ? അപ്പോ അടുത്ത ചോദ്യം ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോണം.
ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയേ. മണിക്കൂറിൽ 36 കിലോമീറ്റർ വേഗത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ 36 കിലോമീറ്റർ എന്ന് കാണുമ്പോ നമ്മുടെ കുട്ടികൾ എന്ത് വിചാരിക്കും? അതാണ്ട് ദൂരം തന്നു. നോക്ക്, 36 കിലോമീറ്റർ എന്ന് കാണുമ്പോ ദൂരം തന്നു എന്ന് വിചാരിക്കും. പക്ഷേ അത് ദൂരമാണോ? അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? 36 മണിക്കൂറിൽ 36 കിലോമീറ്റർ എന്ന് വെച്ചാൽ അത് വേഗതയാണ്. അപ്പൊ എസ് എന്ന് പറഞ്ഞ എത്ര? 36 കിലോമീറ്റർ പെർ മണിക്കൂർ. അപ്പൊ ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് ദൂരമാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇനി അവർ പറഞ്ഞ എന്തുവാണ്? അത്രയും വേഗത്തിൽ. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, അവർ വേഗത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കത് പ്രശ്നമല്ല. പക്ഷെ പലപ്പോഴും മണിക്കൂറിൽ 36 കിലോമീറ്ററിൽ സഞ്ചരിക്കുന്ന എന്നേ പറയത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി വേഗതയാണ്. ഇവിടെ എന്തായാലും ഒരു വേഗത പറഞ്ഞിട്ടുണ്ട്, അപ്പൊ കൺഫേം ആണ് ഇത് വേഗത തന്നെയാണ്. ഒരു ട്രെയിൻ 30 സെക്കൻഡ് കൊണ്ട്, അപ്പൊ ഓർക്കണം 30 സെക്കൻഡ്. അപ്പൊ ടൈം ആണ് തന്നിരിക്കുന്നത്, എത്രയാണ്? 30 സെക്കൻഡ്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്ക് മക്കളെ, വേഗത 36 കിലോമീറ്റർ പെർ അവർ, ടൈം വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 30 സെക്കൻഡ്. അപ്പൊ നമ്മുടെ റൂളൊക്കെ ഒന്ന് നോക്കിക്കോ വെച്ചേക്കണേ, നമുക്ക് കണക്ക് ചെയ്യാം. ശരി, അങ്ങനെ അവരെന്ത് ചെയ്തു എന്നാ പറയുന്നത്? വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നുപോയാൽ ട്രെയിനിന്റെ നീളം എത്ര ഒന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ട്രെയിനിന്റെ നീളം. അപ്പൊ നമുക്കറിയണം എന്താണ് ഈ ട്രെയിനിന്റെ നീളമെന്ന്. അപ്പോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ, ഒരു ട്രെയിൻ ദാണ്ട് നമ്മൾ ഇതുപോലെ ഉണ്ടെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ ട്രെയിൻ, കണ്ടല്ലോ. ഈ ട്രെയിന് വഴിയരിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ, വളരെ ശ്രദ്ധിച്ച് കേൾക്ക്, ഒരു വ്യക്തി. അപ്പൊ ഒരു വ്യക്തി ദാണ്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ എന്റെ റൈറ്റ് സൈഡിൽ ദാണ്ട് ഒരു ഫിഗർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ദാണ്ട് ഒരു വ്യക്തി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, കണ്ടല്ലോ. അപ്പൊ ഈ ഒരു വ്യക്തി നിൽക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഒരു പോസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഇപ്പം പലതരം പോസ്റ്റ് ഉണ്ടല്ലോ. നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റിന്റെ പോസ്റ്റ് ഉണ്ട്, വഴിവിളക്കെന്ന് പറയുന്ന കണക്ക് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ അങ്ങനെയാകാം. അപ്പൊ ഒരു മനുഷ്യനാകാം, ഒരു വഴിവിളക്കാകാം, ഒരു പോസ്റ്റ് ആകാം, അതല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മരമാകാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പറയുന്ന പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ ഇനി എന്ത് തന്നെ ആയാലും നമ്മൾ എന്ത് കൺസെപ്റ്റ് എടുക്കണമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ പറയുന്ന ട്രെയിൻ കടന്നു പോകുന്ന വസ്തു വളരെ വളരെ നമ്മുടെ ട്രെയിനിന്റെ നീളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് ഉയരമല്ല, മരത്തിനും പോസ്റ്റിനും ഒക്കെ ഉയരമുണ്ട്, ഉയരമല്ല, നമ്മുടെ അതിന്റെ ആ ഒരു തിക്നെസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോ ഒരു ട്രെയിനിന്റെ നീളം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്കോ അല്ലെങ്കിൽ മരത്തിനോ പോസ്റ്റിനോ ഒക്കെ വളരെ വളരെ തുച്ഛമായ തിക്നെസ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ചെറിയ വസ്തുവല്ലേ, ഉയരമല്ലേ ഞാൻ പറയുന്നത്, അതിന്റെ തിക്നെസ് ആണ്, അതിന്റെ ഒരു ബ്രോഡ്നെസ് ആണ് പറയുന്നത്. അപ്പോ അങ്ങനെ പറയുമ്പോൾ ട്രെയിൻ കടന്നു പോകുന്ന വസ്തു നോക്ക് വളരെ ചെറുതാണെങ്കിൽ, നോക്ക് വളരെ ചെറിയ ഒരു വസ്തുവാണെങ്കിൽ, കണ്ടല്ലോ, വളരെ ചെറിയൊരു വസ്തുവാണെങ്കിൽ, ആ വാക്ക് ശ്രദ്ധിച്ചോണേ, ട്രെയിൻ കടന്നു പോകുന്നത് ചെറിയ വസ്തുവിനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ പറഞ്ഞ ട്രെയിൻ എന്തുമാത്രം സഞ്ചരിക്കേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ, വേണ്ടേ ട്രെയിനിന്റെ മുൻഭാഗം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, കണ്ടല്ലോ ട്രെയിനിന്റെ മുൻഭാഗം. അപ്പൊ ഇവിടം വരെ നമ്മുടെ ഇപ്പൊ ട്രെയിൻ എത്തി. ഈ ട്രെയിൻ എന്ത് ചെയ്യുക? മുമ്പോട്ട് പോവുകയാണ്, കണ്ടോണേ. അപ്പൊ വ്യക്തി അവിടെ നിൽക്കുകയാണ്, മരം അവിടെ നിൽക്കുകയാണ്, പോസ്റ്റ് അവിടെ നിൽക്കുകയാണ്. അപ്പൊ എന്തുമാത്രം ദൂരം പോയി നമുക്ക് നോക്കാം. നമുക്കറിയാം ഇതിനെ ഫുള്ള് കവർ ആകണമെങ്കിൽ ഈ ട്രെയിൻ ഓടി 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 ഇങ്ങനെ വരുമ്പോ ട്രെയിനിന്റെ ഈ ബാക്ക് സൈഡ് ആണല്ലോ, ഒന്ന് ശ്രദ്ധിച്ചേതാണ്ട് ഈ ബാക്ക് സൈഡ് നോക്ക്. ഈ ബാക്ക് സൈഡ് ഈ പറഞ്ഞ വ്യക്തിയെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം, മരത്തിനെ പാസ് ചെയ്യണം. അപ്പോ ഈ ബാക്ക് സൈഡ് നോക്ക്, ഈ ബാക്ക് സൈഡ് ഇവിടെ വരുമ്പോൾ നമുക്കറിയാം ഈ ട്രെയിൻ നമുക്ക് വെട്ടിക്കുറയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. ആ ട്രെയിനിന്റെ ലെങ്ത് എത്രയായിരുന്നോ അത്രയും തന്നെ ആ ട്രെയിൻ മുന്നോട്ട് പോയിരിക്കും, കണ്ടില്ലേ? അപ്പൊ നമ്മൾ മുൻവശം മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നോ? ഇതാണ് മുൻവശം നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്. അപ്പോ ഈ മുൻവശം ദാ ഇവിടെയായി, ഈ പുറകുവശം താണ്ട ഇവിടെയുമായി, കണ്ടല്ലോ. അപ്പൊ ശരിക്കും നോക്കിയാൽ നിങ്ങൾ എന്താ ഇവിടെ സംഭവിച്ചിരുന്നത്? അപ്രോക്സിമേറ്റ്ലി ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ട്രെയിൻ ഈ വ്യക്തിയെ കടന്നു പോയപ്പോൾ ഇപ്പൊ ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആയിരുന്നു എന്ന് വെച്ചോ, ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആയിരുന്നു എന്ന് വെച്ചോ. ഇത് കടന്നു പോയപ്പോ ഇവിടം തൊട്ട് ഇവിടം വരെ അല്ലേ ആ ഫ്രണ്ട്, നോക്ക് ഇവിടെ ആയിരുന്ന ഫ്രണ്ട് ഇവിടെ ആയി എന്ന് വെച്ചാൽ എത്ര മീറ്റർ തന്നെയാണ് അത് മുന്നോട്ട് പോയത്? 100 മീറ്റർ തന്നെയാണ് അത് മുന്നോട്ട് പോയത്, കണ്ടോ? അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? ട്രെയിൻ കടന്നു പോകുന്ന വസ്തു വളരെ ചെറുതാണെങ്കിൽ, നോക്ക്, ട്രെയിൻ കടന്നു പോകുന്ന വസ്തു വളരെ ചെറുതാണെങ്കിൽ സഞ്ചരിച്ച ദൂരം ഡിസ്റ്റൻസ് പറഞ്ഞ എന്താണ്? സഞ്ചരിക്കുന്ന ദൂരം ഇസ് ഈക്വൽ ടു, നോക്ക്, ട്രെയിനിന്റെ നീളമായിരിക്കും. ഞാനൊരു ഷോർട്ട് പറയുവാണ്, ലെങ്ത് ഓഫ് ട്രെയിൻ ആണ്. അതായത് ഞാൻ ഷോർട്ട് കട്ട് ആയിട്ട് LT എന്ന് പറയുവാണ്. അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം,
ട്രെയിൻ കടന്നു പോകുന്ന വസ്തു വളരെ ചെറുതാണെങ്കിൽ ആ ചെറിയ വസ്തുക്കൾ ആരൊക്കെയാ? മരം, പോസ്റ്റ്, തൂണ്, വഴിവിളക്ക്, അത് ഈ പറഞ്ഞ പോലെ എന്ത് തന്നെ ആയാലും ചെറുതായാലും നമ്മൾ പഠിക്കേണ്ട ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ. സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് അതിനെ കടന്നു പോകാൻ പോകുമ്പോൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിന്റെ നീളമാണ്. മനസ്സിലാക്കണേ, എന്താണ്? ട്രെയിനിന്റെ നീളമാണ്. അപ്പൊ നമ്മൾ ഇനി കണക്കിലോട്ട് പോകാം. ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, അപ്പൊ നിങ്ങൾ നോക്കിക്കോണം എന്താണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഒരു പെൺകുട്ടി സ്ക്രീനിൽ നോക്കിക്കോണം. ഞാൻ ഈ പറഞ്ഞ ആ ഒരു വീഡിയോയിൽ നോക്കിക്കോണം കേട്ടോ. ആ പെൺകുട്ടി ഇതാണ്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോ ഈ പെൺകുട്ടി ഒരു റെയിൽവേ ട്രാക്കിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, അത് മനുഷ്യനാകാം, മരമാകാം, പോസ്റ്റ് ആകാം. അത് താണ്ടെ അത് പോകുമ്പോൾ ഒരു ട്രെയിൻ താണ്ടെ പോകുന്നു. ആ ട്രെയിൻ പോകുമ്പോൾ ആ വ്യക്തി അവിടെ സ്റ്റില്ലാണ്. എന്നാൽ അത് കടന്നു പോകുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് മൊമെന്റ് നോക്കിക്കോണേ. ആ കടന്നു പോകുമ്പോൾ ഒന്നുകൂടെ ഞാൻ പ്ലേ ചെയ്യാം. അത് കടന്നു പോകുമ്പോൾ, ആ ലാസ്റ്റ് കടന്നു പോകുമ്പോൾ ഫ്രണ്ടിലായിരുന്ന നമ്മുടെ ആ കുട്ടി നിൽക്കുന്നിടത്ത് ഏകദേശം ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിലും ആ കുട്ടി നിൽക്കുന്നിടത്ത് നോക്കുമോ? ആ കുട്ടി നിൽക്കുന്നിടത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യം, അതായിരുന്നു ഫ്രണ്ട്. എന്നാൽ ആ കുട്ടി അവിടെ തന്നെ നിൽക്കുകയും ആ ട്രെയിൻ മൂവ് ആവുകയും ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ ഇമാജിനായിട്ട് സങ്കല്പിച്ചോണം, ആ ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം എത്രമാത്രം ഉണ്ടായിരുന്നു അതങ്ങ് പോയി. എന്നാൽ ആ ബാക്ക് സൈഡ് ഈ കുട്ടിയുടെ തൊട്ട് മുന്നിലാകുമ്പോൾ തീർച്ചയായിട്ടും ആ ട്രെയിനിന്റെ നീളം എത്രയാണോ അത്രയും തന്നെയല്ലേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. അതായത് ഈ പെൺകുട്ടിയെ മറികടക്കാൻ ആ ട്രെയിൻ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ നീളം തന്നെ ആയിരിക്കത്തില്ലേ? ഇപ്പൊ ഞാനത് പ്ലേ ചെയ്യാം, ഒന്നുകൂടി നിങ്ങളത് വാച്ച് ചെയ്തോണം. നോക്കിക്കോളൂ, കണ്ടോ? നോക്ക്, ആ കുട്ടി അവിടെ നിൽക്കുകയാണ്. ട്രെയിൻ കടന്നു പോകുന്ന ആ ഒരു മൊമെന്റിൽ നിങ്ങൾ നോക്കുക, എത്രമാത്രം ട്രെയിൻ മുന്നോട്ട് പോയി കാണും. ഒന്ന് നോക്കിക്കോളൂ, കണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. നോക്കിക്കോളൂ, ഒന്നുകൂടെ വാച്ച് ചെയ്തോളൂ. ആ ട്രെയിൻ പോകുന്നു നോക്കിക്കോളൂ. ആ ട്രെയിൻ പോയി, അത് മൊമെന്റ് എത്രമാത്രം. അപ്പൊ ആ കുട്ടിയെ ആ മറികടന്ന ഇൻസ്റ്റന്റ് നോക്കുക, എത്രമാത്രമാണ്? ജസ്റ്റ് ആ ട്രെയിനിന്റെ നീളം തന്നെ ആയിരിക്കും ആ സഞ്ചരിച്ച ദൂരം. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കണക്കിലോട്ട് വരാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ചെറിയൊരു വസ്തുവിനെയാണെങ്കിൽ നമുക്ക് ട്രെയിനിന്റെ നീളം നോക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഇനി എടുക്കാം. ഇവിടെ നോക്കാം, നമുക്ക് ചോദ്യം നോക്ക്. ട്രെയിനിന്റെ നീളം എത്ര? കണ്ടോ? ട്രെയിനിന്റെ നീളം എത്ര? അപ്പൊ ആ ട്രെയിനിന്റെ നീളം കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ എന്തുവാണ്? ഈ കടന്നുപോയ വസ്തു. അപ്പൊ ട്രെയിനിന്റെ നീളം കാണാൻ നമ്മുടെ കയ്യിൽ പുതിയ ഫോർമുലയൊന്നും ഉണ്ടാക്കി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷനിലോട്ട് പോകുന്നത്. നമുക്കിവിടെ 3 ഫോർമുലയാണ് ഞാൻ ഒന്നുകൂടി പറയാം, നോക്കിക്കോളൂ. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡും ടൈമും ഗുണിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത് എവിടെ പഠിച്ചാലും ഇത് എത്ര മാത്രമേ ഉള്ളൂ. എസ് കാണാൻ d/t ആണ് ചെയ്യേണ്ടത്. ഇനി ടി ആണ് കാണുന്നതെങ്കിലോ d/s ആണ്. അപ്രകാരം നമുക്ക് ഇവിടെ നോക്കാം. ട്രെയിനിന്റെ നീളം കാണാൻ നമ്മൾ ഫോർമുല ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായല്ലോ, ഈ പറഞ്ഞ സഞ്ചരിക്കുന്ന ദൂരത്തിനകത്തുള്ളതാണെന്ന്. ഇവിടെ വസ്തു ഏതാ? ഒരു ചെറിയ വസ്തുവാണ്. ആരെയാണ് മറികടക്കുന്നത്? വഴിയരിയിൽ നിൽക്കുന്ന ഒരാളിനെയാണ്, അല്ലെ? അപ്പോ നമുക്ക് മനസ്സിലായി ഡിസ്റ്റൻസ്. ശ്രദ്ധിച്ചു കേക്ക്, ഡിസ്റ്റൻസ് എന്താണോ അതാണ് ട്രെയിനിന്റെ നീളം. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് ലെങ്ത് ഓഫ് ട്രെയിൻ. അപ്പൊ നമുക്ക് എന്ത് കാണാം? ഇവിടെ ഡിസ്റ്റൻസ് കാണാം. അപ്പൊ ഡിയുടെ ഫോർമുല എന്തുവാ? d = s × t. എസ് എത്ര എന്ന് അവർ പറയുന്നേ? 36 യൂണിറ്റ് എഴുതിക്കോണേ, ശ്രദ്ധിച്ചോണേ. km/h ഇൻറ്റു ടൈം എത്രയാണ്? 30 സെക്കൻഡ്. അപ്പോ ചാടിക്കേറി 36 × 30 ചെയ്യരുത്. കാരണം നോക്ക്, ഇത് km/h ആണ്, ഇത് സെക്കൻഡ് ആണ്. നമ്മുടെ റൂൾ എന്താണ് പറയുന്നത്? മീറ്റർ സെക്കൻഡ് m/s. അല്ലെങ്കിലോ km/h. നോക്ക്, km/h km/h. അപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും. വേണ്ടേ, ഇത് km/h ആണ്, അങ്ങനെയാണെങ്കിൽ ഇത് അവർ ആക്കിയാ പോരെ? ആക്കാം. അല്ലെങ്കിൽ ഇത് സെക്കൻഡ് അല്ലേ? ശ്രദ്ധിക്ക്, ഇത് സെക്കൻഡ് അല്ലേ? എന്നാ പിന്നെ ഇത് m/s ആക്കിയാലും പോരെ? അങ്ങനെ 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. നമുക്ക് ഏതാണോ എളുപ്പം അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ കൂടാതെ നമ്മുടെ ഉത്തരത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോ, ഉത്തരത്തിൽ അത് എന്തിലാണ് കിടക്കുന്നത് നോക്കുക. കിലോമീറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് അത് കിലോമീറ്റർ ആക്കേണ്ടി വരും. മീറ്ററിലാണ് കിടക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മീറ്റർ ആക്കേണ്ടി വരും. അപ്പോ ഒന്നുകൂടി ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോ മക്കളെ. നമ്മുടെ റൂള് പറയുന്നത് മീറ്റർ സെക്കൻഡ് m/s അല്ലെങ്കിൽ km/h km/h ആണ്. അപ്രകാരം ഇവിടെ കിലോമീറ്റർ കണ്ടത് കൊണ്ട് നമുക്ക് 30 സെക്കൻഡിനെ അവർ ആക്കാം. 3600 ആണ് എടുക്കേണ്ടത്. ഇനി ഇതല്ല, ഇത് സെക്കൻഡ് ആയതിനാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ആയതിനാൽ സ്പീഡ് എന്തിലായാലും മതി, m/s. അപ്പൊ ഞാൻ ആ രീതിയിൽ ചെയ്യാണ്, മറ്റേ രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോ ഇവിടെ ഞാൻ 36 ഇൻറ്റു, ശ്രദ്ധിച്ചോ, m/s ആക്കണമെങ്കിൽ ചെറുതിലേക്കാണ്. നമുക്കറിയാം km/h m/s മാറ്റാൻ ഏതാ ഉപയോഗിക്കേണ്ടത്? 18ഉം 5ഉം ഒക്കെ അല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്രകാരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം?
ചെറുതിലേക്കാണ് 5 എടുക്കുക ബൈ 18. അപ്പൊ ഇതെന്തായി മാറി? മീറ്റർ പെർ സെക്കൻഡ്. ഇത് മാറ്റി എഴുതി ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ. ഇൻറ്റു അടുത്തത് 30. അപ്പൊ ഒന്ന് നോക്കിയേ എന്താ ചെയ്തേക്കുന്നതെന്ന്. 36 ഇൻറ്റു 5/18 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 30 സെക്കൻഡ്. അപ്പൊ ഈ കണക്ക് നമുക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ചെയ്തേക്കുക. 18ന്റെ ഇരട്ടിയാണ് 36. അപ്പൊ ഇവിടെ വെട്ടി 2. അപ്രകാരം നമുക്ക് ഇവിടെ കിട്ടിയത് 5ഉം 2 ഗുണിക്കുമ്പോൾ 10, പിന്നെ 30 കൂടെ ഗുണിക്കും. അപ്പൊ 30നെ 10 കൊണ്ട് ഗുണിക്കാൻ എന്താ ചെയ്യേണ്ടത്? 30 എഴുതുക. 10നകത്ത് എത്ര പൂജ്യം? 1 പൂജ്യം. അപ്പൊ 30 എഴുതി 1 പൂജ്യം. ഇനി കിട്ടിയതിന്റെ യൂണിറ്റ് കൂടെ നമുക്ക് നോക്കാം. നമ്മള് ഈ പറഞ്ഞ 36നെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി. ഈ 30ന് ഓൾറെഡി സെക്കൻഡ് ആയിരുന്നു. ഇപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ കിട്ടിയ ഉത്തരം കിലോമീറ്റർ ആണോ മീറ്റർ ആണോ? കൺഫേം ആയിട്ടോ അത് എന്തിലായിരിക്കും? മീറ്ററിലായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇനി കിലോമീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കിലോമീറ്റർ ആക്കി പോകാം. അപ്പോ ഞാൻ ഒന്നുകൂടി പറയുന്നു, ശ്രദ്ധിച്ചോളുക. ഒരു ട്രെയിൻ കടന്നു പോകുന്നത് ചെറിയ വസ്തുവിനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ എടുക്കേണ്ടത് എന്താണ്? ദൂരമാണ് എടുക്കേണ്ടത് കേട്ടോ. ദൂരം എന്ന് പറയുന്നത് ആ ട്രെയിനിന്റെ നീളം തന്നെയാണ്. ഏതൊക്കെയാണ് ഈ ചെറിയ വസ്തുക്കൾ? മരം, പോസ്റ്റ്, തൂണ്, ഇതുപോലെ മനുഷ്യൻ, അങ്ങനെ എന്തൊക്കെയാണോ ഉള്ളത് ചെറുത്, അത് നമുക്ക് തോന്നിക്കുന്ന എല്ലാം ചെറുത് തന്നെ ആയിരിക്കും. നമുക്കിപ്പോ ഏതൊക്കെയാണ് നമുക്ക് ഇപ്പൊ കണ്ട ഇതൊക്കെ തന്നെയാണ് സാധാരണ ചോദ്യങ്ങളിൽ വരുന്നതും. ഏത്? മനുഷ്യൻ, മരം, അതുപോലെ തന്നെ പോസ്റ്റ്, തൂണ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ വന്നു. അപ്പൊ നമ്മുടെ കണക്കിലോട്ട് പോയി. അവർ ചോദിച്ചത് ട്രെയിനിന്റെ നീളമാണ്. കണ്ടോ, ഈ ട്രെയിനിന്റെ നീളം കാണാൻ നമ്മുടെ ഫോർമുല ഡി എന്ന് പറഞ്ഞ ട്രെയിനിന്റെ നീളം തന്നെയാണ്. അപ്പൊ ഡി അങ്ങ് കണ്ടാൽ മതി. അപ്പൊ ഡി കാണാൻ 36 km/h 30 സെക്കൻഡ് ഗുണിക്കാൻ പറ്റാത്തത് കൊണ്ട് 36നെ നമ്മൾ 5/18 ഗുണിച്ച് മീറ്റർ പെർ സെക്കൻഡ് ആക്കി. എന്നിട്ട് 30നെ അത് സെക്കൻഡ് തന്നെയാണ്. ഗുണിച്ചപ്പോൾ എത്ര കിട്ടിയ നമുക്ക്? 300 മീറ്റർ കിട്ടി. ഓക്കെ. അപ്പോ ഇതും നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചോണം കേട്ടോ. എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണിത് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലോട്ട് പോകാം. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ പറഞ്ഞത് എന്തുവായിരുന്നു നേരത്തെ? ഒരു ചെറിയ വസ്തുവിന്റെ കാര്യമല്ലേ മക്കളെ പറഞ്ഞത്? ഇവിടെ നോക്ക്, ചെറിയ വസ്തു. ഇവിടെ പക്ഷേ ഞാൻ 1-2 പിന്നെ ഫിഗേഴ്സ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇമേജസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇവിടെ ചോദ്യം ഇതാണ്: 54 കിലോമീറ്റർ വേഗതയില് മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 148 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 23 സെക്കൻഡിനുള്ളിൽ ഒരു പ്ലാറ്റ്ഫോം മറികടക്കുന്നു. പ്ലാറ്റ്ഫോമിന്റെ നീളം എത്രയാണ്? ഇതല്ലേ നമ്മുടെ ചോദ്യം. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, മറികടക്കുന്നത് ആരെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിച്ചോ, മറികടക്കുന്നത് ആരെയാണ്? പ്ലാറ്റ്ഫോമിനെ. കണ്ടോ, ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താ? ചെറിയ വസ്തുവാണോ? മരത്തിന്റെ കൂട്ടാണോ? മനുഷ്യന്റെ കൂട്ടാണോ? അല്ലെങ്കിൽ പോസ്റ്റിന്റെ കൂട്ടാണോ? അല്ലല്ലോ, വലിയൊരു വസ്തു അല്ലേ. ഇതേണ്ട ഞാൻ തൊട്ട് താഴെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ ഇതാണ് നമ്മുടെ ട്രെയിൻ താണ്ടെ ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ്ട് ഇങ്ങോട്ട് കയറാൻ പോവാ. ശ്രദ്ധിച്ചോ, ഇങ്ങോട്ട് കയറാൻ പോകുമ്പോ അവർ പറയുന്ന ട്രെയിനിന്റെ നീളം ഞാനൊന്ന് വ്യക്തമായിട്ട് എഴുതാം. 100 മീറ്റർ ആണ്. കണ്ടോ, 100 മീറ്റർ ആണ്. നോക്കിക്കോണേ, ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആണ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. ട്രെയിനിന്റെ നീളം 100 മീറ്റർ ആണ്. 100 മീറ്റർ കണ്ടോ. അതുപോലെ തന്നെ പാലത്തിന്റെ എത്രയാണ്? 200 മീറ്റർ ആണ്. 200 മീറ്റർ. അപ്പൊ ഈ പാലത്തിലോട്ട് കയറുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഞാൻ പറഞ്ഞ എന്തുവാണ്? ചെറിയ വസ്തുവിനെയാണെങ്കിൽ ട്രെയിനിന്റെ നീളം തന്നെയാണ് ഈ പറഞ്ഞ സഞ്ചരിച്ച ദൂരം. ഇവിടെ നമുക്ക് ഇത്തരം കണക്കുകളിൽ നമ്മുടെ ഒരു മാറ്റം നമുക്ക് പറയാൻ സാധിക്കുന്നത് എവിടെയുള്ളൂ? ഡിസ്റ്റൻസിന്റെ കാര്യത്തിലേ പറയാൻ പറ്റൂ. ട്രെയിൻ വരുന്നതുകൊണ്ട് വേറൊന്നും നമുക്ക് മാറ്റാൻ പറ്റൂല. അപ്പോ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇതാണ് ട്രെയിനിന്റെ ഫസ്റ്റ് ഫ്രണ്ട്. ഈ ഫ്രണ്ട് ഭാഗം ഈ ഒരു പാലം കടന്നു പോകണമെങ്കിൽ, കണ്ടോണേ, ഈ ഒരു പാലം കടന്നു പോകണമെങ്കിൽ എന്തുമാത്രം ദൂരം സഞ്ചരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഇതായിരുന്നു നമ്മുടെ പാലം. അതായത് നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് വരികയായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മുടെ ട്രെയിൻ. ഇവിടുന്ന് വരുന്ന ട്രെയിൻ, അതിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടല്ലോ. ഫ്രണ്ട് ഭാഗം ഇതാന്ന് വിചാരിച്ചോ. ഈ ഫ്രണ്ട് ഭാഗം ഇവിടുന്ന് കവർ ചെയ്തു. ഈ പാലം മൊത്തത്തിൽ കവർ ചെയ്തപ്പോൾ നമ്മുടെ ട്രെയിനിന്റെ ബാക്ക് സൈഡ് കണ്ടല്ലോ. ഇതാണ് ട്രെയിനിന്റെ ബാക്ക് സൈഡ്. ഈ ട്രെയിനിന്റെ ബാക്ക് സൈഡ് ഇവിടെ വന്നത് കണ്ടോ. അപ്പൊ ഇവിടെ നോക്ക്, ഈ ട്രെയിൻ ഇവിടുന്ന് ആ ഫ്രണ്ട് ഭാഗം ഞാൻ പറയുവാണ്. ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം എത്രമാത്രം സഞ്ചരിച്ചു നോക്കിയോ. ഇവിടുന്ന് എവിടം വരെ വന്നു? ഇവിടം വരെ വന്നു. ശരിക്കും ഇവിടുന്ന് ഇത്ര ഭാഗമേ അത് മറികടന്നുള്ളൂ. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ നോക്കാവുള്ളൂ. അപ്പൊ ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ നോക്കിയത്. ഈ ട്രെയിനിന്റെ ഫ്രണ്ട് ഭാഗം ഇവിടെ നിന്ന് നോക്കും. ഒന്നുകൂടെ പറയാം, ഇവിടെ നിന്ന് എവിടെ വന്നു? ഇവിടെ വന്നു. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് നോക്ക്, ഈ പാലത്തിന്റെ നീളം എത്രയായിരുന്നു അതും ട്രെയിനിന്റെ നീളം എത്രയായിരുന്നു അതും. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രെയിൻ കടന്നു പോകുന്ന വസ്തു കുറച്ച് വലുതാണെങ്കിൽ അതാരൊക്കെയാ? പ്ലാറ്റ്ഫോം, പാലം, തുരങ്കം, മറ്റൊരു തീവണ്ടി, അങ്ങനെയൊക്കെ വരുന്ന
കുറച്ച് ലെങ്ത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് എങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചോ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ട്രെയിനിന്റെ നീളമാണെന്ന്. അത് മാത്രമല്ല ട്രെയിനിന്റെ നീളവും പിന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പൊ നമുക്ക് പാലം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോ ലെങ്ത് ഓഫ് ബ്രിഡ്ജ്, ഇനി അത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ഡിസ്റ്റൻസ് കാണാൻ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം. ഇനി ഡിസ്റ്റൻസ് കാണാൻ ഇനി അത് ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ടണൽ ആണെങ്കിൽ ലെങ്ത് ഓഫ് ടണൽ. ഇനി ലെങ്ത് ഓഫ് ട്രെയിൻ കാണാൻ ലെങ്ത് ഓഫ് ഡിസ്റ്റൻസ് കാണാൻ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് മറ്റൊരു തീവണ്ടി ആണെങ്കിൽ ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാവരും ഫോർമുല പോലെ പഠിക്കല്ലേ, ഒറ്റ വാക്കിൽ ഇതങ്ങ് അവസാനിപ്പിക്കാം. ദൂരം എന്ന് പറയുന്നത് വലിയ വസ്തുവാണെങ്കിൽ ആ ട്രെയിനിന്റെ നീളവും ആ വലിയ വസ്തുവിന്റെ നീളം കൂടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. അത് പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് കൂട്ടിയേക്കണം, പിന്നെ ബ്രിഡ്ജ് ആണെങ്കിൽ അത് കൂട്ടിയേക്കണം, ടണൽ ആണെങ്കിൽ അത് കൂട്ടിയേക്കണം, മറ്റൊരു തീവണ്ടി ആണെങ്കിലും അത് കൂട്ടിയേക്കണം. എന്തിനു വേണ്ടിയാണ്? വളരെ ശ്രദ്ധിച്ചു, ലെഫ്റ്റ് സൈഡ് നോക്കിക്കോളൂ, ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഈ പറഞ്ഞ നമ്മളിപ്പോ ഞാൻ ഈ കാണിച്ച ഈ ഒരു ഫിഗർ ഇല്ലേ, ഇതേണ്ടേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഞാനിപ്പോ പ്ലേ ചെയ്യുന്നത് നോക്കിക്കോണം. ഇതിനകത്ത് ആ ട്രെയിൻ കടന്നു പോകുമ്പോ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി. ആ ട്രെയിൻ കടന്നു പോകുമ്പോ എങ്ങനെയാണ് അത് പോകുന്നത് നോക്കിക്കോളൂ. ട്രെയിൻ കടന്നു പോകുന്ന നോക്കണേ. പാലം അവിടെ സ്റ്റാർട്ട് ചെയ്തു, ഒന്ന് വാച്ച് ചെയ്തോളൂ. പാലം അവിടെ സ്റ്റാർട്ട് ചെയ്തോളൂ. നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. എന്നാൽ ഈ ട്രെയിൻ കടന്നു പോകണമെങ്കിൽ എവിടെ ആവണം? ആ പാലം മൊത്തം അതിന്റെ ടെയിൽ എൻഡ് പോയിരിക്കണം. അങ്ങനെ ആ ടെയിൽ എൻഡ് പോകുമ്പോൾ നമ്മുടെ ട്രെയിനിന്റെ ഫസ്റ്റ് ഫ്രണ്ട് എവിടെയായോ അവിടം വരെ ആണ് ആ ട്രെയിനിന്റെ നീളം വരുന്നത്. ഒന്നുകൂടെ നോക്കിക്കോളൂ. അതാണ്ട് ട്രെയിൻ അവിടുന്ന് കയറി വരികയാണ്. ഈ ട്രെയിൻ മൊത്തത്തിൽ കവർ ആവണം, മൊത്തത്തിൽ ആ പാലം കടന്നു പോകണം. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ആ ട്രെയിനിന്റെ നീളവും എടുക്കണം, ആ പാലത്തിന്റെ നീളവും എടുക്കണം. ഒന്ന് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്തോളൂ. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നുകൂടെ നോക്കിക്കോളൂ. വേണ്ടേ? ആ ട്രെയിൻ പോകുന്ന രീതി നോക്കിക്കോളൂ. കണ്ടോ? ആ മൊത്ത പാലം കടന്നു പോയെങ്കിൽ മാത്രമേ അതിനെ പറഞ്ഞു പോയെന്ന് പറയാൻ പറ്റൂ. അതാണ് സഞ്ചരിച്ച നീളം എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കിക്കോളൂ. ട്രെയിൻ കടന്നു പോകുന്ന നീളം, അതായത് ട്രെയിൻ കടന്നു പോകുന്നത് കുറച്ച് ലെങ്ത് ഉള്ള ഒരു വസ്തുവിനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും ആ പോകുന്ന ആ വസ്തുവിന്റെ നീളവും കൂടി ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഈ പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോ നോക്കാം. ഇവിടെ നോക്കോളൂ. നമ്മൾ അതിന്റെ അടുത്തിലോട്ട് പോവാണേ. മണിക്കൂറിൽ 57 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന 148 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 23 സെക്കൻഡിനുള്ളിൽ ഒരു പ്ലാറ്റ്ഫോം മറികടക്കുന്നു. പ്ലാറ്റ്ഫോമിന്റെ നീളം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കാണണം? ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഇനി കണ്ടുപിടിക്കണം. നമുക്ക് മനസ്സിലായി ഇവിടെ ട്രെയിൻ സഞ്ചരിച്ച ദൂരവും, നോക്ക്, ട്രെയിൻ സഞ്ചരിച്ച ദൂരവും പിന്നെ അവർ പറയുന്ന അതാണ് പ്ലാറ്റ്ഫോമിന്റെ നീളവും കൂടെ ചേർന്നാലേ ആകെ ദൂരം കിട്ടത്തുള്ളൂ. അതല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ട്രെയിനിന്റെ നീളവും പാലത്തിന്റെ നീളവും ഒക്കെ പ്ലാറ്റ്ഫോമിന്റെ നീളമൊക്കെ അവിടെ നിൽക്കട്ടെ. ആകെ സഞ്ചരിച്ച ദൂരം നമുക്ക് ഇനി കണ്ടുപിടിക്കാം. ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി സീക്വൽ ടു എന്താണ്? എസ് ഇൻറ്റു ടി. അപ്പൊ നോക്കാം നമുക്ക്. എസ് എത്രയാണ്? 54 കിലോമീറ്റർ പെർ അവർ. 54 കിലോമീറ്റർ പെർ അവർ ആണ്. ഇൻറ്റു അവർ പറഞ്ഞ ടൈം എത്രയാണ്? 23 സെക്കൻഡ് ആണ്. അവിടെ 141 പറഞ്ഞ നീളമുള്ള ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിൽക്കട്ടെ. അപ്പോ ഈ പറഞ്ഞ 54 ഇൻറ്റു 23 ആണ്. ഈ 54 ഇൻറ്റു 23 നമുക്ക് ചെയ്യുമ്പോ നോക്ക് എങ്ങനെയാണ് നോക്കാം. ഇവിടെ 23 എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ആണ്. ഇത് ചെയ്യുമാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മാറ്റണം. അപ്പോ 54 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 ഇൻറ്റു നമുക്ക് എന്ത് ചെയ്യാം? 23. മാറ്റിയത് കണ്ടല്ലോ. കാരണം ഇവിടെ എന്താ കിടക്കുന്നത്? സെക്കൻഡ് ആണ്. അതുകൊണ്ട് ഞാൻ കിലോമീറ്റർ പെർ അവറിനെ മാറ്റി. അല്ല എങ്കിൽ ഇവിടെ കിലോമീറ്റർ പെർ കിടക്കുന്നതുകൊണ്ട് നമുക്ക് 23 എന്താക്കാം? അവറിലോട്ട് മാറ്റാം. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് നോക്കാം. 18ഉം 54 വെട്ടുമ്പോ 3. അപ്പൊ ഉത്തരം നോക്ക്. 15 ഇൻറ്റു 3 ഇൻറ്റു 5 എത്രയാ? 15. അതിനെ 23 കൊണ്ട് ഗുണിക്കണം. 15നെ 23 കൊണ്ട് ഗുണിച്ച് നോക്കിയേ, നമുക്ക് കിട്ടും 345 എന്ന് കിട്ടും. അപ്പൊ എന്തോ കിട്ടിയിരിക്കുന്നേ? നമ്മളിത് മീറ്റർ പെർ സെക്കൻഡ് ആക്കി, സെക്കൻഡായി. അപ്പൊ 345 എന്ത് കിട്ടി? മീറ്ററിന് കിട്ടി. അപ്പോ നമ്മളിത് കിലോമീറ്ററിൽ പോവായിരുന്നെങ്കിൽ അത് കിലോമീറ്ററിലെ കിട്ടത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മാറ്റേണ്ടി വന്നേനെ. അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മളത് 345 എന്നും പറഞ്ഞ് കിട്ടാൻ വേണ്ടി തന്നെയാണ് നമ്മളത് ഈ രീതിയിൽ മീറ്റർ പെർ സെക്കൻഡ് ആക്കി പോയത്. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം. അപ്പൊ ആകെ സഞ്ചരിച്ച ദൂരം ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞിരിക്കുന്നത് എന്തുവാ?
പ്ലാറ്റ്ഫോമിന്റെ നീളം. നമുക്കറിയാം ഒരു ട്രെയിൻ കടന്നു പോകുന്നത് ചെറിയ വസ്തുവിനെയാണെങ്കിൽ ട്രെയിനിന്റെ നീളം തന്നെയാണ് ഡിസ്റ്റൻസ്. വലിയ വസ്തുവിനെയാണെങ്കിലോ നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ നീളവും ഇവിടെ പ്ലാറ്റ്ഫോം അല്ലേടാ, പ്ലാറ്റ്ഫോമിന്റെ നീളം കൂടെ കൂട്ടണം. അപ്പൊ നമുക്ക് നോക്കാം ആകെ ദൂരം എത്ര കിട്ടി നമുക്ക് 345 ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ നീളം എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് 148 പ്ലസ് നമുക്ക് എന്താണ് വേണ്ടത് പ്ലാറ്റ്ഫോമിന്റെ നീളം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്ലാറ്റ്ഫോമിന്റെ നീളം കാണാൻ 148 ഇപ്പുറത്തല്ലേ, സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ ഇതാ 148 ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യാനുള്ളതല്ലേ, 148 ചിഹ്നം എന്താ ഇവിടെ കിടക്കുന്നതാണ് നമ്മൾ നോക്കേണ്ടത്, പ്ലസ് ആണ്. അതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോ എന്താവും മൈനസ് ആവും. 145 മൈനസ് 345 മൈനസ് 148 എത്ര വരും നമുക്ക് നോക്കാം, 197 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ് അത് ചെയ്യണത്. ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ട്രെയിൻ കടന്നു പോകുന്നത് വലിയ വസ്തുവിനെ ആയതുകൊണ്ട് നീളം അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ട്രെയിനിന്റെ നീളവും വസ്തുവിന്റെ നീളവും കൂടെ കൂട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിസ്റ്റൻസ് ആകെ ഇനി കണ്ടുപിടിച്ചു. ആകെയുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിച്ചു, S/T 57 km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കി, അത് 5/18 കൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് ആക്കി 23 സെക്കൻഡ് കൊണ്ട് കുടിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 345 മീറ്റർ കിട്ടി. ഈ 345 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ട്രെയിനിന്റെ നീളമാണോ പ്ലാറ്റ്ഫോമിന്റെ നീളമാണോ? അല്ല, രണ്ടിന്റെയും കൂടെ തുകയാണ്, അതാണ് ടി. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, 148 കുറച്ചു, നമുക്ക് എന്ത് കിട്ടി, 197 എന്നുള്ള ആ ഉത്തരം കിട്ടി. ഓക്കെ, അടുത്ത കണക്കിലോട്ട് നമുക്ക് നോക്കാമല്ലോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. എപ്പോഴും നമുക്ക് ഇതുപോലൊരു ചോദ്യം പ്രതീക്ഷിക്കണം കേട്ടോ. ആ ഒരു ചോദ്യം കൂടെ നമുക്ക് പറയാം. ഒരു ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തി സഞ്ചരിച്ചപ്പോൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു. എല്ലാ നിർത്തി അതായത് 60 നിർത്തിയാൽ എങ്ങനെ 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്നതെന്ന് ചോദിക്കരുത്. ആ നിർത്തിയെടുത്തു ഒരു ശരാശരി വേഗത, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേഷനുകളിൽ നിർത്താതെ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാമായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ചുകൂടി വേഗത്തിൽ പോകാമായിരുന്നു. കാരണം നിർത്തി കഴിയുമ്പോൾ എന്തുവാ, വാഹനം നിർത്താൻ പോകുമ്പോൾ കുറച്ച് വേഗത കുറയത്തില്ലേ, എന്നിട്ട് സ്റ്റോപ്പായി, എന്നിട്ട് പിന്നെ വീണ്ടും എടുക്കുമ്പോഴോ വേഗത കുറച്ച് പിന്നെ കൂടി പോകും. അതാണ് ആ 60 വരാനുള്ള കാരണം. എന്നാൽ 80 പോകുന്ന ഒരാൾക്ക് നിർത്തേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ്, ഒരേ വേഗതയിൽ പോകാൻ, സ്ലോ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സമയം ട്രെയിൻ സ്റ്റേഷനുകൾ നിർത്തിയിട്ടിരുന്നു? ഒന്നുകൂടെ പറയാം, അത് നിർത്തി പോയപ്പോൾ അതിന്റെ ഒരു ശരാശരി വേഗത എത്രയാണ്, 60 km/h ആണ്. എന്നാൽ നിർത്താതെ പോയിരുന്നെങ്കിലോ 80 km/h ആണ്. അങ്ങനെ പോയിരുന്ന ഒരു ട്രെയിൻ എങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര സമയം ട്രെയിൻ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ചെയ്യുന്നതിന് വലിയ സ്റ്റെപ്പുകളാണുള്ളത്. പക്ഷെ നമുക്കിവിടെ അതൊരു ഷോർട്ട് കട്ട് ചെയ്യാം. അത് നിങ്ങൾ ഇതങ്ങ് എഴുതിയെടുത്താൽ മതി. ശ്രദ്ധിച്ചോളുക, സ്റ്റോപ്പേജ് ടൈമല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ പറയും, നോക്ക്, സ്റ്റോപ്പേജ് ടൈം കേട്ടോ. സ്റ്റോപ്പേജ് ടൈം എന്ന് പറയുന്നത് അവിടെ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്, ആ രണ്ട് വേഗതകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് 60ഉം ഒന്ന് 80. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. സ്റ്റോപ്പേജ് ടൈം കാണാൻ വേണ്ടി ആ പറഞ്ഞ സ്പീഡുകൾ ഉണ്ടല്ലോ, അതിന്റെ എന്തെടുക്കണം, ഡിഫറൻസ് എടുക്കണം. എന്താണ് ഡിഫറൻസ് ഓഫ് സ്പീഡ്സ്? ആ പറഞ്ഞതിന്റെ ഡിഫറൻസ് എടുക്കണം. ഇത് 80ന്റെയും 60ന്റെയും കേട്ടോ. അപ്പൊ 60 80 ആണ്, 80 60 ആണ്. ഏതായാലും അതിന്റെ ഡിഫറൻസ് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അതേ ഡിവൈഡഡ് ബൈ, ഒന്ന് ശ്രദ്ധിച്ചോളുക, അതേ ഡിവൈഡഡ് ബൈ അൺസ്റ്റോപ്പബിൾ. നോക്ക്, അൺസ്റ്റോപ്പബിൾ ആയ സ്പീഡ് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്ത് ചെയ്തേക്കുക, ഡിവൈഡ് ചെയ്തേക്കുക. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്ക് ഇത്തരം കണക്കുകളിൽ ആ എത്ര നേരമാണ് ട്രെയിൻ നിർത്തിയിട്ടിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ എത്ര നേരമാണ് നിർത്തിയിട്ടിരുന്നത്, ഓരോ സമയം നോക്കുമ്പോൾ എത്ര നേരം നിർത്തിയിട്ടാണ് ഇത് പോയെന്ന് ചോദിക്കുമ്പോൾ ഒരു മണിക്കൂർ എടുക്കുമ്പോൾ എത്ര മാത്രമാണ് നിർത്തിയിട്ടിരുന്നത്, ഒരു സമയം എത്ര നിർത്തിയിട്ടോ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ സ്പീഡിന്റെ ഡിഫറൻസ് എടുക്കണം. അതായത് സ്പീഡ് ഏതൊക്കെയാ, 80ഉം പിന്നെ എത്രയാണ്, 60ഉം അല്ലെ. അതിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന്റെ അൺസ്റ്റോപ്പബിൾ സ്പീഡ് അത് നോക്കണം. അതായത് നിർത്താതെ പോയിരുന്നെങ്കിലുള്ള ആ വേഗത അതെത്രയാണ്, 80 ആണ്. അപ്രകാരം നമുക്ക് മനസ്സിലായി, ഇവിടെ 80 ന്ന് 60 കുറച്ച 20, അത് താഴെ 80. നോക്ക്, നമുക്ക് വേണ്ടേ, ഒരു 0 പോയി, ഒരു 0 പോയി, രണ്ടും 8 അല്ലേ. അപ്പൊ 2/8 നമുക്ക് ഒന്നുകൂടി വെട്ടാം. 2നെ 2 കൊണ്ട് വെട്ടിയ 1, 8നെ 2 കൊണ്ട് എത്ര, 4. അപ്പൊ നമുക്ക് മനസ്സിലായി എത്രയാ, 1/4. ഒന്ന് ശ്രദ്ധിച്ചോണേ, ഈ വേഗത എന്തിനാ കിടക്കുന്നേ,
60 km/h. ഇതും കിടക്കുന്ന എങ്ങനെയാ? മണിക്കൂറിൽ 80 അല്ലേ പറയണേ, 80 km/h. അപ്പൊ കിട്ടിയ സമയമോ ഇത്രയും അവർ എന്നാണ്. കാരണം km/h കിടക്കുന്ന വേഗത. അപ്പൊ ടൈം എന്തിലേക്ക് കിട്ടത്തുള്ളൂ? അവറിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 1/4 അവർ എന്നാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1/4 അവർ എന്ന് കാണത്തില്ല. അവിടെ അവറിൽ മിനിറ്റിലോ സെക്കൻഡിലോ ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, 1/4 അവറിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിനിറ്റിലോട്ടൊന്ന് മാറ്റി നോക്കാം. കാരണം അതാണ് ഉത്തരത്തിലെങ്കിലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അവറിനെ മിനിറ്റ് ആക്കണം. ഒന്ന് ശ്രദ്ധിച്ചോളൂ, അവറിനെ മിനിറ്റ് ആക്കാൻ നമ്മൾ എടുക്കേണ്ടത് 60 എന്ന സംഖ്യയാണ്. അപ്പോ 60 കൊണ്ട് ഗുണിക്കണോ അതോ ഹരിക്കണോ നമുക്ക് നോക്കാം. 1/4 എടുത്തു. നോക്കാം, അവർ എന്ന് പറഞ്ഞാൽ വലുതാണ്, മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോ BIS, ബിഗ് ടു സ്മാൾ. നോക്ക്, ബിഗ് സ്മാൾ, വലുതിനെ ചെറുതാക്കാൻ എന്ത് ചെയ്യണം? ഗുണിക്കണം 60 കൊണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായത് എങ്ങനെയാ? അപ്പൊ ഉത്തരം 60 എത്ര കിട്ടി? 4. നമുക്ക് പകുതി എടുക്കാലോ, 30/2. നമുക്കറിയാലോ 30/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. ശ്രദ്ധിച്ചോളൂ, 1/4 അവറും ഉത്തരവാണ്. ഇപ്പൊ കിട്ടിയ നമ്മളിപ്പോ എന്തിലോട്ടാ മാറ്റിയ? മിനിറ്റിലോട്ട്. 15 മിനിറ്റും എന്താണ്? ഇതിന്റെ ഉത്തരവാണ്. ഓക്കെ, അപ്പോ എനിക്ക് ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം. ഇതുപോലെ സ്റ്റോപ്പ് ചെയ്തു പോകുന്നു, സ്റ്റോപ്പ് ഇല്ലാതെ പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന കണക്കുകളിൽ സ്റ്റോപ്പേജ് ടൈം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേഗതകളുടെ വ്യത്യാസവും എടുക്കണം, അൺസ്റ്റോപ്പബിൾ സ്പീഡ് അതും താഴെ എഴുതുകയും വേണം. എന്നിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചോണം. ഇവിടെ നമുക്ക് 1/4 മണിക്കൂർ എന്നാണ് കിട്ടിയത്. മണിക്കൂർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് എഴുതിയേക്കുക. അതല്ല എങ്കിൽ മിനിറ്റിലോട്ട് മാറ്റാൻ വേണ്ടി 60 കൊണ്ട് ഗുണിച്ചു. വലുതിനെ ചെറുതാക്കാൻ 60 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ എത്ര കിട്ടി? 15 മിനിറ്റ് കിട്ടി. അപ്പോ നമുക്ക് ഈ പറഞ്ഞ ട്രെയിനിന്റെ 1-2 കണക്കുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ബാക്കി നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, സൈനിങ് ഓഫ്. താങ്ക് യു.